ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള OBY എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് വിവാദം. ഈ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാറും മകളും പോലീസിൽ പരാതി നൽകിയിരുന്നു. 2024 മുതൽ പലപ്പോഴായി ഇവർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു പരാതി. QR കോഡിൽ കൃത്രിമത്വം കാട്ടി ഉപയോക്താക്കളിൽ നിന്ന് ജീവനക്കാർ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്നാണ് ആരോപണം. ഈ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് 3 വനിതാ ജീവനക്കാർക്കുമെതിരെ കേസെടുത്തു. ഇതിനു പിന്നാലെ ജീവനക്കാർ കൃഷ്ണകുമാറും കുടുംബവും തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയും നൽകി. ഈ പരാതിയിലും മ്യൂസിയം പോലീസ് കേസെടുത്തു. എന്നാൽ പരാതിയിലെ ആരോപണം വ്യാജമെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പ്രതികരണം. ജീവനക്കാരായ യുവതികൾ പണം മോഷ്ടിച്ചെന്ന ആരോപണത്തിൽ കൃഷ്ണകുമാർ ഉറച്ചുനിന്നു. തട്ടിക്കൊണ്ടുപോയില്ലെന്ന് തെളിയിക്കാനായി ഇവർ ഓഫീസിൽ വന്നു മടങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടു. ഒത്തുതീർപ്പിന്റെ ഭാഗമായി യുവതികൾ 8 ലക്ഷത്തോളം രൂപ മടക്കി നൽകിയതായും കൃഷ്ണകുമാർ പറഞ്ഞു. ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടാണ് അതല്ല എടുത്ത പൈസ ഇരിക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ, ഇത് 9 മാസത്തിനകത്ത് നടത്തിയിരിക്കുന്ന തിരിമറിയാണ്. ഇതിൽ തന്നെ നമുക്ക് തെളിവുള്ളതാണ് ഈ 69 ലക്ഷം. തെളിവില്ലാത്തത് ഞാൻ പറയുന്നില്ല, കാരണം ഞങ്ങളുടെ വീഡിയോ എവിഡൻസ് ഉണ്ട്. അവിടെ നിന്ന് ക്യാഷായിട്ട് വാങ്ങിച്ചിരിക്കുന്നതും സ്റ്റോക്ക് പോയിരിക്കുന്നതും. ആദ്യഘട്ടത്തിൽ 8 ലക്ഷം രൂപ തന്നു എന്ന് പറയുന്നില്ലേ? 8,82,000 രൂപ തന്നു. പിന്നീട് അവർ കേസ് പിൻവലിച്ചാൽ ബാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇവിടെ വെച്ച് അതൊന്നുമല്ല, എല്ലാം സംബന്ധിച്ച് ഞങ്ങൾ ചെക്കായിട്ട് ഇത്ര തരം ഞാനും വിചാരിച്ചു പോട്ട് ക്ഷമിച്ചു കൊടുക്കാം. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് വന്ന വല്ല വെള്ളത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതിൻ്റെ പേരത്തേക്ക് വിളിക്കുന്നത്, ഇതൊക്കെയാണ് സ്വയം മണ്ടത്തരം കാണിക്കുക. അല്ലെങ്കിൽ അവർക്കും നല്ലൊരു ജീവിതം, നമുക്കൊരു സമാധാനം കിട്ടിയാൽ. തൊട്ടുപിന്നാലെ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ആരോപണ വിധേയർ രംഗത്തെത്തി. ദിയ പറഞ്ഞിട്ടാണ് സ്ഥാപനത്തിലെ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്ന് യുവതികൾ പറഞ്ഞു. കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയ മാം നമ്മളെ അറിയിച്ചിരുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ദിയ ചേച്ചി ഇങ്ങനെ ഞങ്ങളുടെ പറയുന്നത്, നമുക്ക് ടാക്സിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, കമ്പാരിസൺ ചെയ്യുന്നത്. ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല. അപ്പോൾ ദിയ ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ വെച്ച് 8 ലക്ഷത്തോളം രൂപ മടക്കി നൽകിയത് എന്തിനെന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. സാധാരണക്കാരല്ലേ, അന്ന് വിളിച്ചിട്ട് തന്നെ ഞങ്ങളുടെ പറഞ്ഞത് നാളെ യൂട്യൂബ് ട്രെൻഡിങ് നമ്പർ 1 നിങ്ങളായിരിക്കും, നിങ്ങളുടെ എല്ലാവരുടെ ഫീസും ഞാൻ റിവീൽ ചെയ്യും, നിങ്ങളുടെ ജീവിതം തന്നെ ഞാൻ തോലയ്ക്കും, ഇനി നിങ്ങൾക്കൊരു ജീവിതം പോലും ഉണ്ടാകത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങൾക്ക് ഒരുപക്ഷെ പോലീസിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പറഞ്ഞുകൂടായിരുന്നു? സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഞങ്ങളുടെ പേരും പേഴ്സണൽ നമ്പറും പേരും വെച്ച് ഇങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആരോപണങ്ങൾ സ്ഥാപന ഉടമ ദിയ കൃഷ്ണ നിഷേധിച്ചു. അപ്പോൾ ഇവർ പറയുന്നതെല്ലാം പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു വാലിഡ് പ്രൂഫ് പോലും ഈ 3 പേരുടെ കയ്യിൽ നിന്ന് മീഡിയക്കാർക്കോ പോലീസിനോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ദ ഡേ ദേ പ്രൊവൈഡ് വാലിഡ് പ്രൂഫ് ഫോർ വാട്ട് എവർ ദേ ടെല്ലിംഗ്, നമ്മളെല്ലാവരും ഈ പറഞ്ഞ എൻ്റെ അച്ഛനായാലും ഞാനായാലും ആരോപണങ്ങൾ അന്ന് ഏറ്റെടുക്കാം. സാമ്പത്തിക തർക്കത്തിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നിർണായകമാണ്. പോലീസ് അന്വേഷണത്തിൽ കാര്യങ്ങൾക്ക് വ്യക്തത വരും. 2 കൂട്ടരുടെയും പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മ്യൂസിയം പോലീസ് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.